ഹായ് ഗൈസ്, ഇന്നത്തെ കണ്ടൻറ് എന്ന് പറയുന്നത് ഞങ്ങളുടെ പാലപ്പള്ളിയിലെ ഒരുപാട് ആട്ടുപാലങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താം. പിന്നെ ഈ ആട്ടുപാലിന് പ്രത്യേകത ഞങ്ങൾ ആദ്യമായിട്ട് വീഡിയോ എടുത്ത ഞങ്ങളുടെ LC പ്ലാനറ്റിൻ്റെ ഫസ്റ്റ് വീഡിയോയുടെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഇവിടെ നിന്നാണ്. വർഷങ്ങൾ പഴക്കമുണ്ട്, ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിത ബ്രിഡ്ജാണ്. ഇത് പുറത്തുനിന്ന് ജനങ്ങൾക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ അതൊരു ഫോറസ്റ്റ് ഏരിയയിലാണ്. ഇതിൽ തൊട്ടപ്പുറത്തെ കാടുകളൊക്കെ മൊത്തം ഫോറസ്റ്റാണ്. പിന്നെ ആനകളൊക്കെ ഇടയ്ക്ക് ഇതിൽ പാസ് ചെയ്യാറുണ്ട്. ഞങ്ങൾ നാട്ടുകാർ പിള്ളേർ വന്ന് കാണും. പക്ഷേ ഫോറസ്റ്റ് ഏരിയ ചീത്ത പറയും. അതിനെ പുറത്തുനിന്നൊക്കെ ഒന്നും കാണാൻ പറ്റില്ല. ഒരുപാട് പറമ്പുകളുണ്ട്, മാവുണ്ട്, അങ്ങനെ ഒരുപാട് ഏരിയകളുണ്ട്. എല്ലാ പള്ളത്തും കയറി ഇറങ്ങി തിന്ന് ഞങ്ങൾ പിള്ളേർ ആരും ചോദിക്കൊന്നുമില്ല. നമ്മുടെ നാട്ടുകാരെ പള്ളം തന്നെയാണ്, അതിന് ഒന്നും പരാതികളൊന്നുമില്ല. ചിലവർ ചീത്ത പറയും, അത് നമ്മൾ ആ പ്രായത്തിൻ്റെ വില നമ്മൾ വിടും. അങ്ങനെ ഒരുപാട് പറമ്പ് കയറി മാങ്ങ പൊട്ടിക്കും, കരിക്കിടും, അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഞങ്ങളെ കുട്ടിക്കാലത്ത് ആലോചിക്കുകയാണെങ്കിൽ അതിൻ്റെ രസമാണ്. ഈ റോഡ് നേരെ പോകുന്നത് നേരെ ഫോറസ്റ്റ് ഏരിയക്കാണ്. അക്കരപ്പാടി എന്ന് പറയും, അക്കരപ്പാടി എലിക്കോട്. ഇപ്പോൾ അടുത്ത ആനക്കുട്ടി കുഴിയിൽ വീണ് നമ്മൾ ചെരിഞ്ഞല്ലോ, അത് ഇവിടുന്ന് കുറച്ച് ഒരു 5-6 കിലോമീറ്റർ ദൂരത്താണ്. ചില സമയത്ത് ഡാം തുറന്ന് ഭയങ്കര ഒഴുക്കായിരിക്കും, നല്ല ഒഴുക്കുള്ള വെള്ളമാണ്. പെട്ടെന്ന് നമ്മൾ പിള്ളേരെ കയ്യിൽ നിന്ന് വിട്ടു പോയി കഴിഞ്ഞാൽ താഴ്ഭാഗങ്ങളൊക്കെ ഭയങ്കര കുഴികളും ചേറ് കെട്ടിയെടുക്കുന്ന സ്ഥലങ്ങൾ. കാരണം 2018 വെള്ളപ്പൊക്കം വന്നപ്പോൾ ഞങ്ങൾക്കാണ് ഇപ്പോൾ പേടി പുഴയൊക്കെ ഇറങ്ങാൻ ചില സാഹചര്യം. കാരണം വെള്ളം ഒന്നിച്ച് വരുമ്പോൾ വലിയ വലിയ കുഴികൾ, അതുപോലെ വലിയ വലിയ മരുത്തടികളൊക്കെ ഉണ്ടാവും. പണ്ടൊക്കെ ഞങ്ങൾ ഈ പാലത്തിൽ നിന്നിട്ട് ചാടിയിരുന്നു കുളിക്കാൻ. ഇപ്പോൾ ഞങ്ങൾക്ക് പേടിയാണ്. കാരണം എങ്ങനെയാണ് ഇപ്പോൾ അതിൻ്റെ സ്വഭാവം എന്ന് പറയാൻ പറ്റില്ല. ഓരോ ദിവസം മാറി പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ഏരിയയിൽ ഒരുപാട് ആട്ടുപാലങ്ങളുണ്ട്. നമ്മളുടെ പുറത്തുനിന്ന് വരുന്ന ഗസ്റ്റുകൾക്ക് ഇത് കാണാനുള്ള ഒരു ആഗ്രഹങ്ങളും ഒരുപാടുണ്ടാകും. പക്ഷേ കാണാൻ പറ്റില്ല. കാരണം ഒരുപാട് വന്യമൃഗങ്ങൾ ശല്യമുള്ളതുകൊണ്ട് പുറത്തുനിന്ന് വരുന്നവർക്ക് പേടിയാകാം. പിന്നെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, അതുകൊണ്ട് പ്രൈവറ്റ് കമ്പനിയിൽ നിന്ന് നമ്മൾ സാങ്ഷൻ എടുത്ത് കയറണം. ഈ പാലം ഞങ്ങൾ പിന്നെ മുൻപേ എടുത്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ചിലപ്പോൾ പരിചയം ഉണ്ടാവും, കാരണം ഞങ്ങൾ ആദ്യം വീഡിയോ എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് കാണാനുള്ള ഞങ്ങൾ ഇനി കാണിച്ചു തരാം. നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് പാലങ്ങൾ വേറെ ഉണ്ട്, അതൊക്കെ നമുക്ക് കാണാം. കമോൺ ഗൈസ്. ഇതാണ് 907 ആട്ടുപാലം. പാലപ്പള്ളി മേഖലയിലെ ഏറ്റവും വലിയ പാലമാണ്. വർഷങ്ങൾ പഴക്കമുണ്ട്. നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന രണ്ടാമത്തെ പാലം. ഇതാണ് നമ്മളുടെ 907 ആട്ടുപാലം. ഈ കാണുന്നതാണ് 907 ജാർത്തിലേക്ക് പോകാനുള്ള വഴി. വലിയൊരു ഹാങ്ങിങ് ബ്രിഡ്ജാണ് ഈ കാണുന്നത്. അല്ല, നല്ല നീളമുണ്ട്. ഇവിടെ ഉള്ളതിൽ ഏറ്റവും വെച്ചാൽ നല്ല ഉയരം കൂടിയ വലിയ പാലം. ഹായ് ഗൈസ്, ഇതാണ് കാര്യോളം ആട്ടുപാലം. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇവിടെ ഒരുപാട് പാലങ്ങൾ പണിതിട്ടുണ്ട്, അതിൽ പെട്ടാണ് ഇത്. പഴയ യാത്രക്കാർ വന്ന് ശല്യം കാരണം കമ്പനി അധികൃതർ ലോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വന്യമൃഗങ്ങളുടെ ശല്യം ഒരുപാടുണ്ട്. അതുപോലെ ഈ ഏരിയയിൽ കൂടി സഞ്ചരിച്ചു പോകുന്ന സഞ്ചാരികൾ വളരെ ശ്രദ്ധിക്കണം. കാരണം രാവും പകലും ഈ ആനയും പുലിയൊക്കെ ആയിട്ട് കണ്ടവരുണ്ട്. ആനയുടെ മുന്നിൽപ്പെട്ട് തല നാഴിക്ക് രക്ഷപ്പെട്ടവരുണ്ട്. ഒരുപാട് സഞ്ചാരികൾ വന്ന് പാലത്തിന് ബലക്ഷയം സംഭവിച്ചുകൊണ്ടും അതുപോലെ രാവും പകലില്ലാതെ വരുന്ന സഞ്ചാരികൾക്ക്
സഞ്ചാരികൾ കമ്പനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുകൊണ്ടും പാലത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുകൊണ്ടും കണ്ട കമ്പനി അധികൃതർ സ്ഥാപിച്ച ഒരു ബോർഡാണിത്. ഹായ് ഗൈസ്, ഇതാണ് എലിക്കോട് പാലം. നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്ന ലാസ്റ്റത്തെ തൂക്കുപാലം. ഇതും ഒരു ചെറിയ പാലമാണ്. ഇതിമോളും നമ്മൾ വരുന്ന സഞ്ചാരികൾ കയറാതിരിക്കാനും പ്രൈവറ്റ് കമ്പനി, അതായത് ഈ കമ്പനി പ്രൈവറ്റാണ്, ഹാരിസൺ കമ്പനി. അപ്പോൾ അവരും ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. നമ്മളുടെ വീഡിയോകൾ നമ്മളെപ്പോഴും പറയാറുണ്ട് വന്യമൃഗങ്ങളുടെ ശല്യമുണ്ട്. അതാ നിങ്ങൾ നേരിട്ട് കണ്ടോളൂ. ഇതാ നോക്കൂ, ആന നിൽക്കുന്നത്. ഇതാ ഇത്ര ഞങ്ങളിപ്പോൾ ഒരു 10 XL ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. ആന നിൽക്കുന്നുണ്ടോ? നമ്മൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥ എന്ന ഇൻസ്ട്രക്ഷൻ നമ്മളനുസരിച്ച് നമ്മൾ ആന റോഡിൽ നിന്ന് ഇത്ര ഡിസ്റ്റൻസ് കാണാൻ പാടുള്ളൂ. ഒരു വന്യമൃഗത്തെ കണ്ടാൽ എത്രയും ദൂരത്ത് നിൽക്കുക അത്രയും നല്ലത്. കാരണം നമ്മളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. ഫോറസ്റ്റുകാർ നമുക്ക് ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ട്. വന്യമൃഗങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പരമാവധി ഒഴിഞ്ഞു പോവുക, അല്ലെങ്കിൽ ദൂരത്തുനിന്ന് നോക്കുക. ഒരു വന്യമൃഗത്തെ നമ്മളങ്ങനെ കണ്ടാൽ നമ്മൾ ഹോണടിച്ച് ബഹളം ഉണ്ടാക്കാനോ ഒച്ചപ്പാട് ഉണ്ടാക്കാനോ നിൽക്കരുത്. കാരണം നമ്മൾ ഹോണടിച്ച് ബഹളമായി കടന്നു പോകും. പാവം നമ്മുടെ ബാക്കിൽ കടന്ന് ഏതെങ്കിലും ഒരു സാധുവിൻ്റെ ജീവനം പൊലിഞ്ഞു പോകും. പരമാവധി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് നമ്മൾ അനുസരിക്കുക. കാരണം അവർക്കറിയാം ഇതെങ്ങനെയാണ്, ഏത് ലെവലിലാണ് നിൽക്കുന്നതെന്ന്. പിന്നെ അത് മെയിനായിട്ട് കാര്യം പറയാനുള്ളത്, ഇതൊക്കെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. കാരണം കമ്പനി എസ്റ്റേറ്റാണ്. പിന്നെ അതുമാത്രമല്ല, പുഴയിൽ ഏതെല്ലാം തരത്തിലുള്ള വെള്ളം ഏത് സമയത്ത് ഏത് സ്വഭാവത്തിൽ വരുമെന്ന് പറയാൻ കഴിയില്ല. നമ്പർ 2. പിന്നെ പറയാനുള്ളത് വന്യമൃഗങ്ങൾ ഏത് വഴി. ഇപ്പോൾ ഞങ്ങൾ തന്നെ വരുമ്പോൾ നിങ്ങൾ കണ്ടില്ലേ, തൊട്ടടുത്ത് ഒരു 6 ആന സിമ്പിളായി കടന്നു പോകുന്നു. അത് ഏത് തിരക്കാണ് നമ്മൾ നേരെ തിരിച്ചു വന്ന് പറയാൻ പറ്റുക. അതുകൊണ്ട് നമ്മൾ പരമാവധി നമ്മളുടെ ലൈഫ് കെയർ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, അതുപോലെ ഷെയർ ചെയ്യണം. എന്തെങ്കിലും അഭിപ്രായങ്ങൾ കമൻറ്റിൽ ഞങ്ങൾക്ക് അറിയിക്കണം. അപ്പോൾ സീ യു സൂൺ.